അതായത് അവള് ഒരു തെറ്റ് കുമ്പസാരിച്ചു, ഭർത്താവില്ലാതെ എനിക്കൊരു അന്യബന്ധം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അച്ഛനും പോയി, അവളുടെ വീട്ടിൽ പോയി. അവളുടെ അടുത്തേക്ക് ആ അച്ഛൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ യങ് പ്രീസ്റ്റിനെയും അച്ഛൻ കൈമാറി, ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, വേണമെന്ന് വെച്ചാൽ പിടിച്ചോ എന്ന് പറഞ്ഞ് അതൊരു വലിയ വിവാദമായിട്ട് പുറത്തു വന്നല്ലോ. ജീസസ് ഒരു ദൈവമല്ലെങ്കിൽ പോലും ഞാൻ പ്രണയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് തുടരാലോ ആ പ്രണയം. എന്താണ് ദൈവമാണോ അല്ലേ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് മൈ കൺസേൺ, ബട്ട് ഹീസ് എ ഗുഡ് മാൻ. ഇനിയിപ്പോൾ ദൈവമാണെങ്കിലും നല്ല കാര്യം. ഞങ്ങൾക്കൊരു കഥ പറഞ്ഞിട്ടുണ്ട്, ഈ ഫോർക്കും സ്പൂണും സ്വർണത്തിൽ ഉണ്ടാക്കിയതാണ് അവിടെ എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ട് ഈ സ്വർണ്ണ ഫോർക്കും സ്പൂണും കക്കാൻ വേണ്ടി അച്ഛനാവാൻ വന്ന ഒരാൾ അവന് CMI അച്ഛന്മാർ കൊണ്ടുപോയി. 8, 9, 10 അവൻ പറഞ്ഞു എൻ്റെ അത്ര സ്പിരിച്വാലിറ്റി ഒന്നും അവരിൽ കാണാനില്ല എന്ന്. അവൻ പറഞ്ഞ മര്യാദയാണ്. ആഗ്രഹിക്കുന്ന അച്ഛന്മാരെയും സിസ്റ്റർമാരെയും ഒന്ന് കല്യാണം കഴിക്കാൻ അനുവദിക്കുക. അവർ മനുഷ്യരല്ലേ, അവർക്കും ഈ ബ്രഹ്മചര്യമൊന്നും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ കണ്ട സ്ത്രീകളെ കയറിപ്പിടിക്കുക, കുട്ടികളെ കയറിപ്പിടിക്കുക, ആൾത്താര ബാലന്മാരെ, ആൾത്താര ബാലികകളെ ഒക്കെ ചെയ്തിട്ട് എത്ര കേസുകളാണ്. മാർപ്പാപ്പ പോയിട്ട് അവരോടൊക്കെ മാപ്പ് ചോദിക്കന്നെ. ഇങ്ങനെ മാപ്പ് ചോദിച്ച് നടന്നാൽ മതിയോ ജീവിതകാലം മുഴുവൻ? ആ കുടുംബങ്ങളുടെ വേദനയും അവരുടെ ആ കുട്ടികളുടെ മനസ്സിലെ വ്രണങ്ങളും എന്ന് തീരും? അപ്പോൾ അതിന് ആഗ്രഹമുള്ളവരൊക്കെ പോയി കെട്ടട്ടേന്നേ. അതിനൊരു അനുവാദം കത്തോലിക്ക സഭയാണത് കൊടുക്കാണ്ടിരിക്കുന്നത്. ഹായ് ഹലോ, മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അധീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അധീന. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജീസസ് പ്ലസ് മീ, ജസ്മി മാം ആണ്. സിസ്റ്റർ, വെൽക്കം ടു മീഡിയ ഭാരത്. താങ്ക് യു. ഈ ജീസസ് പ്ലസ് മീ ജസ്മി ആയത് എങ്ങനെയാണ്? മേമി എങ്ങനെ ജസ്മി ആയി? ചെറുപ്പം തുടങ്ങി ജീസസിനോടൊരു എന്താ പറയുക, ഭ്രാന്ത് സ്നേഹം പോലെയായിരുന്നു. അങ്ങനെ വളർന്നു വന്ന് ഇപ്പം ജീസസിനോടൊപ്പം ഞാൻ വളർന്നു. അപ്പോൾ എൻ്റെ പ്രായം ആണ് ജീസസിൻ്റെ പ്രായം, അല്ലെങ്കിൽ ശരിക്കൊരു അപ്പം എനിക്ക് ഫ്രണ്ട്സൊന്നും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം മഠത്തിൽ ചേരാൻ ചെല്ലുമ്പോൾ മേമി എന്നുള്ള പേര് മേരി എന്നുള്ള ബാപ്റ്റിസ്മൽ നെയിമിലാണ്. പക്ഷെ എനിക്ക് മാതാവിനേക്കാൾ സ്നേഹം ഈശോയോടെ തന്നെയായിരുന്നു. നേരിട്ട് ഈശോയോടെ, മാതാവിലൂടെ ഈശോയിലേക്കൊന്നും എനിക്ക് ആവശ്യമില്ല. അതിപ്പോൾ ഞാൻ അപ്പൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു. എനിക്ക് അമ്മയിലൂടെ അപ്പനിലേക്കൊന്നും എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ സ്ട്രെയിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മേമി എന്നുള്ള പേര് അതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് 1-2 എൻ്റെ ജൂനിയർ സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നവർ കൂടി സജസ്റ്റ് ചെയ്തതും കൂടിയാണ്. അതും സ്പെല്ലിങ്ങും അവർ പറഞ്ഞു, ഐയും വയ്യൊന്നും നീ ഉപയോഗിക്കേണ്ട, ജീസസ് പ്ലസ് മീ, ജസ്റ്റ് മീ. അപ്പം അത് ഞാൻ വർഷങ്ങളോളം എനിക്ക് അത് ഒളിച്ച് കാത്തു വയ്ക്കേണ്ടി വന്നു. കാരണം വേറൊരു സിസ്റ്റർ അത് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊവിൻസിൽ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ 5 വർഷമൊക്കെ ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞു, നീണ്ടൊക്കെ പോയി. സിസ്റ്റർ ആവാൻ കുറേ സമയമെടുത്തു. അപ്പോൾ എൻ്റെ പേടി ദൈവമേ, ഓരോ വർഷവും പേരെടുക്കുന്ന സിസ്റ്റേഴ്സ് എൻ്റെ എടുക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായി. ഭാഗ്യത്തിന് ആരും എടുത്തില്ല. അവസാനം ഞാൻ തന്നെ ഇപ്പോൾ ജസ്മി എന്ന് എടുത്തു. പക്ഷേ ഞാൻ വർഷങ്ങളോളം മേമി റാഫേൽ സി എന്ന് തന്നെയാണ് സൈൻ ചെയ്തിരുന്നത്. പ്രിൻസിപ്പളായിട്ടുള്ള 2 വർഷം കൂടിയും അത് തന്നെയാണ് ചെയ്തത്. ലോങ് സൈൻ. എൻ്റെ ഓഫീസിലുള്ള ഒരു ബില്ലിൽ കുറേ തെറ്റ് വരുത്തിയാൽ ഫുൾ സിഗ്നേച്ചർ ഇടണം പ്രിൻസിപ്പൽ. അപ്പോൾ എനിക്കിങ്ങനെ ഇമ്പോസിഷൻ പോലെയാണ് എൻ്റെ സൈൻ ഇട്ടിരുന്നത്, മേമി റാഫേൽ സി എന്നിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. അവസാനം പോരുന്നതിൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഗസറ്റിൽ കൊടുത്തിരുന്നു, നമ്മൾ സിസ്റ്റർ ആകുമ്പോൾ തന്നെ, പ്രിൻസിപ്പൽ ആകുമ്പോൾ തന്നെ. പക്ഷേ അതിന് അനുവാദം കിട്ടി വന്നത് ഒരു 6 മാസമൊക്കെ മുൻപ്, ഞാൻ ഇറങ്ങുന്നതിന് 6 മാസം മുൻപ്. പിന്നെ എനിക്ക് മേമിന്ന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതും ഒരു പ്രത്യേകത ഗസറ്റിൽ വന്നത്. മിസ്റ്റർ, മിസ് എന്നൊക്കെ ഒന്നും ഗസറ്റിൽ എഴുതില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇനി മുതൽ ഐ വിൽ ബി നോൺ ആസ് SR ജസ്മി. അപ്പം എനിക്ക് സിസ്റ്റർ എന്നുള്ളത് ഗസറ്റ് പബ്ലിക്കേഷൻ വഴി അനുവാദം കിട്ടിയിട്ടുണ്ട്. അതിലൂടൊരു വേറെ ഞാൻ പറഞ്ഞോട്ടെ, സിസ്റ്റർ ആയി ജീവിക്കാൻ ഒരു യൂണിഫോമും ഒരു മഠാന്തരീക്ഷവും വേണമെന്നില്ല. അല്ലാത്തവർക്ക് ജീവിക്കാം എന്ന് ഞാൻ പ്രൂവ് ചെയ്യുകയാണ് അങ്ങനെ. അപ്പോൾ സിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ എന്നെയാണ് കാണുന്നത്. അപ്പോൾ പലരും ഒബ്ജക്റ്റ് ചെയ്തവരുണ്ട്. ഓരോ പള്ളിക്കാരൊക്കെ ചർച്ചകളിൽ വരെ വെറുതെ സിസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സർക്കാരിൻ്റെ അനുവാദമുണ്ട് ഗസറ്റഡ് പബ്ലിക്കേഷനിൽ. ഒരു നേഴ്സിന് സിസ്റ്റർ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് വിഷമമില്ല, എന്തുകൊണ്ട് എന്നെ വിളിച്ചുകൂടാ? അപ്പോൾ അതെൻ്റെ ഒരു അവകാശമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ പ്രൂവ് ചെയ്യാണ്
ഇതൊരു മൂന്നാം പാതയാണ്. ഇങ്ങനെയും സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കാത്തലിക് സ്ത്രീകൾക്ക് ഇങ്ങനെയും ജീവിക്കാം. ഒരു സിസ്റ്റർ ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ഒരു മഠത്തിൻ്റെ റെയിൽപാളത്തിൽ പോയി തലവെച്ച് കൊടുക്കണ്ട. വിവാദമാകും. അല്ല, ഈ മഠത്തിൽ നിന്നും ഈ തിരുവസ്ത്രം അഴിച്ചു വെക്കേണ്ടി വന്നതുകൊണ്ടാണ് സിസ്റ്റർ പിന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ കത്തോലിക്ക സഭ എതിർക്കുന്നത്? തീർച്ചയായും. അവർ പറയുന്നത് അവരുടെ പ്രിവിലേജ് ഞാൻ തുടർന്ന് അത് വേണമല്ലേ, ആ പേര് വേണമല്ലേ, ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടും എന്നൊക്കെയാണ് അവർ. ഏതാണ്ട് അവരുടെ പ്രിവിലേജാണ് സിസ്റ്റർ എന്നുള്ള പദം. ഞാൻ എന്ന് പറയുന്നില്ല, ഞാൻ CMC എന്ന് പറയുന്നില്ല, അത് എഴുതാൻ പാടില്ല. CMC കോൺഗ്രിഗേഷനിൽ ഞാൻ പോന്നു. അതുവരെ സിസ്റ്റർ ജസ്മി CMC എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ സിസ്റ്റർ എന്നുള്ളത് എനിക്ക് ഗസറ്റ് പദവി, ഗസറ്റ് പബ്ലിക്കേഷനിൽ അനുവാദമുണ്ട്. പിന്നെ ഐ പ്രൂവ് ദാറ്റ് ഇഫ് ജീസസ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് എനി പ്രോബ്ലം. തടയാനൊരാളുണ്ട്. പിന്നല്ലേ. ഇത്രയും മനോഹരമായിട്ട് ആരെങ്കിലും ജീസസിനെ സ്നേഹിക്കുന്നുണ്ടാവോ, പ്രണയിക്കുന്നുണ്ടാവോ? അല്ലെ, എനിക്ക് സംശയമാണ്. എൻ്റെ ഗുരുത്തിയമ്മ ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ പറയണോ, അയ്യോ ഈശോയെ എത്രമാത്രം സ്നേഹിച്ച ജസ്മി പോയില്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ പേടിക്കണ്ട, ഞാൻ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജീസസ് ദൈവമാണെന്നും അല്ലാന്നും അങ്ങനത്തെ ഇതിലേക്കൊക്കെ ഞാൻ കുറേ വളർന്നു. ജീസസ് ഒരു ദൈവമല്ലെങ്കിൽ പോലും ഞാൻ പ്രണയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് തുടരാലോ ആ പ്രണയം. എന്താണ്, ദൈവമാണോ അല്ലേ എന്നുള്ളത് ഉള്ള ഇറ്റ്സ് നോട്ട് മൈ കൺസേൺ, ബട്ട് ഹീസ് എ ഗുഡ് മാൻ. ഇനിയിപ്പോൾ ദൈവമാണെങ്കിലും നല്ല കാര്യം. അതാണ്. അപ്പൊ ആ പാത തന്നെ പിന്തുടർന്ന് പോകും. അതെ അതെ, അതിൽ തെറ്റില്ലല്ലോ. അതെ. പക്ഷെ ഇത്രയും ഈ കത്തോലിക് സഭ ഇങ്ങനെ എതിർക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ ജസ്മി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റർ അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളെ പറ്റി എന്തുകൊണ്ട് അവർ ഓർക്കുന്നില്ല അല്ലെ? അതാണ് തീർച്ചയായിട്ടും. അതൊന്നും അവർക്ക് സോമനസാലെ വന്നതല്ലേ. ശരിയാണ്, ഞാൻ സോമനസാല തന്നെയാണ് പോയത്. ചെറുപ്പം തുടങ്ങി സ്നേഹിച്ചു. അന്ന് 21-ാം നൂറ്റാണ്ടല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ നിൽക്കാം, ഒരു തേർഡ് വേ ഓഫ് ലൈഫ്, മൂന്നാം പാതയായിട്ട്. പക്ഷെ അന്ന് അതിന് അനുവാദമില്ല. അന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്നാൽ ഒന്നില്ലെങ്കിൽ കെട്ടിച്ചു വിടും, അല്ലെങ്കിൽ മഠത്തിൽ പോകണം. അങ്ങനെയാണ് ഈ 2 പാതയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിവൃത്തിയില്ലാതെയാണ്. എനിക്ക് മഠം എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ആ കുടുസായ ജീവിതത്തിനോട് അത്ര വലിയ ആകർഷണമൊന്നും ഉണ്ടായിരുന്നില്ല, ആ ഉടുപ്പിനോടൊന്നുമല്ല. എനിക്ക് എൻ്റെ ജീസസിനെ പ്രണയിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ ഇടം എന്നാണ് ഞാൻ കണ്ടെത്തിയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ വളരെ കുറച്ച് ശതമാനം പേരാണ് അങ്ങനെ ഈശോയെ സ്നേഹിച്ചു വന്നവർ. എല്ലാവരും പല പല ഉദ്ദേശങ്ങളായിട്ടാണ് വരുന്നത്. ഞങ്ങൾക്കൊരു കഥ പറഞ്ഞിട്ടുണ്ട്, ഈ ഫോർക്കും സ്പൂണും സ്വർണത്തിൽ ഉണ്ടാക്കിയതാണ് അവിടെ എന്ന് ആരോ പറഞ്ഞു കേട്ടിട്ട് ഈ സ്വർണ്ണ ഫോർക്കും സ്പൂണും കക്കാൻ വേണ്ടി അച്ഛനാവാൻ വന്ന ഒരാൾ പിന്നീട് വിശുദ്ധനായി എന്ന് പറഞ്ഞ കഥയുണ്ട്. ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരും അങ്ങനെ. ഉദ്ദേശം പല വിധത്തിലാണെങ്കിലും വന്നു കഴിഞ്ഞ് ജീവിക്കുമ്പോൾ സ്പിരിച്വൽ ലൈഫാണെങ്കിൽ, മിസ്റ്റിക്കൽ ലൈഫാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഞാൻ വന്നപ്പോൾ പല പല ഉദ്ദേശങ്ങളിൽ വന്നിട്ടും സ്പിരിച്വൽ ലൈഫും മിസ്റ്റിക്കൽ ലൈഫും ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല. ഉള്ളവരുണ്ട് കേട്ടോ, അവർ വളരെ എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ചതി പറ്റി എന്നുള്ളത് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് ഐ റിയലൈസ്ഡ്. തുടക്കത്തിൽ നമുക്ക് ഈ ചെറിയ കുട്ടികൾക്ക് മിഠായി തരുന്നത് പോലെ അവർ നല്ല കാര്യങ്ങൾ മാത്രം കാണിച്ചു തന്നു. നമുക്ക് മിഠായി തന്നു നമ്മളെ ആകർഷിച്ച് സ്നേഹിച്ചു, മയക്കിയെടുത്തു. സത്യത്തിൽ ഞങ്ങൾ പറയും വല വീശി പിടിക്കുക എന്നൊക്കെ പറയും. ഇവരെ 10ാം ക്ലാസ്സായ കുട്ടികളെ തേടി സിസ്റ്റർമാരൊക്കെ ഇങ്ങനെ പോവും വല വീശി പിടിക്കാൻ. അവരെ വീടുകളിലൊക്കെ പോവും. കാരണം ആ പ്രായത്തിൽ കിട്ടിയാലേ കിട്ടുള്ളൂ. അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്ന പോലെ ഇങ്ങനെ പോവും. വലവേശി പിടിക്കാൻ അതിന് പറ്റിയ സിസ്റ്റേഴ്സിനെ വെച്ചിട്ടുമുണ്ട്. നന്നായി ചിരിച്ച് നല്ല ഭംഗിയിൽ നടന്ന് നന്നായി പറയുന്ന മാതൃകാ സിസ്റ്റേഴ്സിനെ, അങ്ങനെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് എന്നാണ് അവരുടെ പേര്. അവരുടെ ഏക ജോലി അതാണ്. അപ്പോൾ സ്വമേധയാ യേശുവിനോട് ഇതേപോലെ പ്രണയം തോന്നി യേശുവിൻ്റെ മണവാട്ടി ആവണം എന്നുള്ള ആ ഒരു മോഹം കൊണ്ട് ഇതിലേക്ക് വരുന്ന ആൾക്കാർ വളരെ വിരളമായിരിക്കുന്നതാണോ? വളരെ വളരെ കുറച്ചായിരിക്കും. എന്താ വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. വീട്ടിൽ ഇപ്പോൾ ഒരു കന്യാസ്ത്രീയോ ഒരു അച്ഛനോ വീട്ടിൽ വരുമ്പോൾ ഉള്ള ആ ബഹുമാനം, സ്വീകരണം, നാട്ടുകാർ സിസ്റ്ററിൻ്റെ വീട് അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ, വൈദികൻ്റെ അമ്മ എന്നൊക്കെ പറയുന്ന ആ പൊങ്ങച്ചങ്ങളൊക്കെ കേട്ടിട്ട്
ആ വീട്ടിലുള്ള അമ്മായി പോയ പോലെ ഞാനും പോവാം. അപ്പോഴേക്കും അവൾക്ക് ഭയങ്കര എൻകറേജ്മെൻ്റ് ആയി വീട്ടിൽ. കാരണം ഇനിയിപ്പോൾ സ്ത്രീധനം കൊടുക്കണ്ടല്ലോ, പിന്നെ പുണ്യപ്രവർത്തിക്ക് പോകണമല്ലേ. അപ്പോൾ ആ ഒരു മയക്കത്തിൽ പെട്ടുപോയി ചേർന്ന് കഴിഞ്ഞവർ ധാരാളമുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇഷ്ടം പോലെ. വീട്ടുകാർക്കൊന്ന് സ്ത്രീധനം ലാഭം, 2 കാലങ്ങളോ സൊസൈറ്റിയിൽ ഭയങ്കര പേരല്ലേ. ഒരു കന്യാസ്ത്രീയുടെ വീട് അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ വീട്, കൂടുതൽ അച്ഛൻ്റെ കേട്ടോ. എൻ്റെ അമ്മ പോലും ആഗ്രഹിച്ചു ആരെങ്കിലും ഒരാൾ വൈദികനാവണമെന്ന്. കന്യാസ്ത്രീ ആവണമെന്നൊന്നും അമ്മ ഓർത്തില്ല കേട്ടോ. അപ്പം അമ്മ അങ്ങനെ ആഗ്രഹിച്ചു. ഓരോരുത്തർ മൂത്ത ആങ്ങള, 2ാമത്തെ ആങ്ങള, 3ാമത്തെ ഇളയോനെ വിളിച്ച് അവനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, 2 പേരും കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം, നീ ഒന്ന് അച്ഛനാവാൻ നോക്കുമെന്ന് ചോദിച്ചു. അവനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനെ CMI അച്ഛന്മാർ കൊണ്ടുപോയി. 8, 9, 10 അവൻ പറഞ്ഞു, എൻ്റെ അത്ര സ്പിരിച്വാലിറ്റി ഒന്നും അവരിൽ കാണാനില്ല എന്ന്. അവൻ പറഞ്ഞ മര്യാദയാണ്, ഞാൻ ജീസസിനെ സ്നേഹിക്കും. അവനിപ്പോഴും അങ്ങനെ ഒരു പ്രിൻസിപ്പിൾസോട് കൂടിയാണ് ജീവിക്കണം കേട്ടോ. അവന് ബൈബിൾ പോൾ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് ദുബായിലൊക്കെ പോയപ്പോൾ അവർ. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും അത് വലിയ ആദർശമൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അവൻ പറയുന്നത് എൻ്റെ ഒരു വിശുദ്ധിയൊന്നും ഞാൻ അവിടെയുള്ള അച്ഛന്മാരിലൊന്നും കണ്ടില്ല. അവൻ തിരിച്ചു പോകുന്നത്. അവസാനം ഞാൻ വെരി ട്രൂ, വെരി ട്രൂ. ആമ എന്ന് പറയുന്നത് ആത്മകഥയാണല്ലോ. അതൊരു മതവിരുദ്ധ പുസ്തകമല്ല. പക്ഷെ മതത്തിൽ നടക്കുന്ന പല അനീതികളെയും നമ്മളിങ്ങനെ തുറന്നടിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും അത് ദഹിക്കുന്നില്ല അല്ലേ. ഈ ആമേൻ എഴുതാനുള്ള ഒരു പശ്ചാത്തലം ഒന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് ഇറങ്ങേണ്ടി വന്നത് അവിടുത്തെ കുറേ മഠത്തിലെ പലതരം, ഞങ്ങൾക്ക് 3 വ്രതങ്ങളാണ്. ദാരിദ്ര്യവ്രതം, കന്യാവ്രതം അല്ലെങ്കിൽ ബ്രഹ്മചര്യം, അനുസരണവ്രതം. വളർന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നത് അനുസരണവ്രതമായിരുന്നു. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉള്ളിൽ ഉള്ള ഒരാളാണ്. പാവമാണ് ഞാൻ, പക്ഷെ വളരെ സൗമ്യമൊക്കെ ആണെങ്കിലും കുറേ കാര്യങ്ങളിൽ എനിക്ക് ഇത് ഇങ്ങനെയല്ലല്ലോ വേണ്ടേ. അപ്പം ആ ഡിസിഷൻ മേക്കിങ്ങിന് കഴിവുള്ള ആളുകൾക്ക് ഏറ്റവും വിഷമം വരെ ഈ വ്രതമായിരിക്കും. എനിക്ക് ബ്രഹ്മചര്യമൊന്നും അങ്ങനെ പ്രോബ്ലമായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു. അപ്പം എനിക്ക് ഈശോ ആണ് എൻ്റെ കാമുകൻ, അല്ലെങ്കിൽ ആ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ മണവാളൻ. അപ്പോൾ എനിക്ക് ആ ഒരു ഫുൾനെസ് എൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അനുസരണവ്രതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലൊടിക്കലാണ്. അത് ഇത്തിരി പ്രശ്നമുള്ള കാര്യമായിരുന്നു. കുറേയൊക്കെ പിടിച്ചു നിന്നു. ഞാൻ അനുസരണത്തിന് എതിരെ ഒന്നും ചെയ്തില്ല. ഡ്രൈവിങ് പോലും പഠിക്കാൻ ആഗ്രഹിച്ച എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് PhD ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു ഡ്രൈവിംഗ് പഠിച്ചിരുന്നു. എനിക്കതെന്ന് വെച്ചാൽ കുറച്ച് സാവകാശം സാറ് തന്നിട്ടുണ്ടായിരുന്നു. FIP തുടങ്ങിയിട്ട് നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം, സിസ്റ്റർ അതുവരെ ബുക്ക് വായിക്കുകയോ സിനിമ കാണുകയോ എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്കൊരു അങ്ങനെയുള്ളൊരു ടൈം കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ മദറിനോട് വിളിച്ചു ചോദിച്ചു, മദർ ഞാൻ ഡ്രൈവിംഗ് പഠിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ വേണ്ട, ഇവിടെ വന്നിട്ട് പഠിക്കാം, ഇവിടെ പൈസ ഇല്ലാതെ പഠിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ മഠത്തിൽ വന്നാൽ എനിക്ക് നോൺ ടീച്ചിങ്ങിൻ്റെ ജോലി, ടീച്ചിങ്ങിൻ്റെ ജോലി, സകലവിധ ഓവറോൾ എന്നൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി എഴുതാറ്. ഓവറോൾ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും എന്നെ വിളിക്കും. അതെനിക്കൊന്നിനും നേരം കിട്ടില്ല. അപ്പോൾ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ ഉച്ചയ്ക്കൊന്ന് പോട്ടേന്ന് ചോദിച്ചപ്പോൾ എന്നെ സമ്മതിച്ചില്ല. കാരണം എനിക്ക് അത്രയും പണിയുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പറയും, കമ്പ്യൂട്ടർ വന്നത് ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഇപ്പം എൻ്റെ 2 വിരലുകൊണ്ടാണ് ഞാൻ ആമീൻ മുഴുവൻ ടൈപ്പ് ചെയ്തതും അതിനുശേഷം ഇറക്കിയ 8 പുസ്തകത്തിൻ്റെയും ഞാൻ മംഗ്ലീഷ് ടൈപ്പ് ചെയ്തത് ഈ 2 വിരലുകൊണ്ടാണ്. എനിക്കിപ്പോഴും ടൈപ്പിംഗ് അറിയില്ല, പക്ഷെ അത് സ്പീഡായി. അപ്പോൾ കമ്പ്യൂട്ടർ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സ്വയം ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അനുസരണത്തെ ഞാൻ ഒരിക്കലും നിരാകരിച്ചിട്ടില്ല. അനുസരണവ്രതം കാത്തു സൂക്ഷിച്ചെങ്കിലും അതാണ് എനിക്ക് എൻ്റെ വില്ലൊടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, വളരെ വിഷമം തോന്നിയത്. എന്നിട്ടും അത് പിടിച്ചു നിന്നു. ഇത്രയൊക്കെ ആയിട്ടും എന്നെ കാണുന്നത് അവിടെ ഈ വ്രതങ്ങളൊക്കെ തെറ്റിച്ച് ജീവിക്കുന്നവർക്ക് വലിയ സ്ഥാനവും, അവരധികാരികളുടെ കണ്ണിലുണ്ണിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, പാവങ്ങളെ നിരാകരിക്കുന്നു, അവർക്ക് അഡ്മിഷൻ കൊടുക്കാണ്ടിരിക്കുന്നു. എനിക്ക് കുറേ ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ ഒരുതരം അപമാനിക്കൽ, അല്ലെങ്കിൽ പാവപ്പെട്ടവർ സിസ്റ്ററാവാൻ വന്നവരെ വരെ പറഞ്ഞയച്ചിട്ടുള്ള കുറേ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ പിന്നെ കോളേജ് അഡ്മിഷൻ ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടതൊക്കെ വന്നു ഒരു കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട്. പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷേ അവൾക്ക് മാർക്കുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആമേനിൽ വിവരിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ ഇതെന്തിനാത് എൻ്റെ ജീവിതം ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയണേ? ഞാൻ വെറുതെ പോയതല്ല, എൻ്റെ വിലപ്പെട്ട ജീവിതം ഞാൻ സമർപ്പിച്ചതാണ് ടു ബി അവൈലബിൾ ടു ഓൾ. പക്ഷേ ഈ അവൈലബിലിറ്റി ഒന്നും ഇല്ലാതെ വന്നു.
പറ്റാവുന്നത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു അങ്ങോട്ടൊന്ന് ഓടിച്ചെല്ലണം എന്ന് പറഞ്ഞാൽ മദറിൻ്റെ അനുവാദമില്ല. എല്ലാ നല്ല കാര്യങ്ങളും ഇങ്ങനെ ഈ അനുസരണം എന്ന് പറഞ്ഞ ആ വവു കൊണ്ട് നമ്മളെ ഹാമർ പോലെ തലക്കടിച്ചുകൊണ്ട് സത്യത്തിൽ രണ്ടാം വത്തിക്കാൻ സുനഹദോസ് കഴിഞ്ഞപ്പോൾ വ്രതങ്ങളിൽ എല്ലാ വ്രതവും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നത് ബ്രഹ്മചര്യ വ്രതമാണ് എന്ന് പഠിപ്പിച്ചു. പണ്ട് അനുസരണമായിരുന്നു, അത് മാറ്റി ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ വ്രതമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ആ ഒരു അർത്ഥത്തിലാണ് ആ വ്രതത്തിനാണ് മുൻതൂക്കം. പക്ഷേ ഇപ്പോഴും മഠങ്ങളിൽ പ്രാബല്യത്തിലുള്ളത് അനുസരണ വ്രതമാണ്. അതാണ് അവർക്ക് എളുപ്പം. ആര് അവർക്ക് നിയന്ത്രിക്കണമെങ്കിലും ഈ ചുറ്റിക എടുത്തൊരു കൊട്ടുകൂട്ടിയാണ് അനുസരണ വ്രതം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു നന്മയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ജീവിതം വേസ്റ്റായി പോകുന്നു എനിക്ക് തോന്നി. എനിക്ക് ഒരുപാട് കഴിവുകളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. പഠിക്കുമ്പോൾ എല്ലാത്തിനും റാങ്ക് വാങ്ങിക്കുക, പിന്നെ പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ ഈ മെയിൽ വോയിസ് വെച്ച് അവസാനം കൊയറിൽ പാടി തുടങ്ങി. പിന്നെ പ്രസംഗം, അങ്ങനെ കലകളൊക്കെ കാണപ്പെടുന്ന കലകൾ കേട്ടോ. കഴിവുകൾ വേറെയും ഇഷ്ടംപോലെ കഴിവുകളുണ്ട്, അത് എല്ലാം എനിക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എക്സിബിറ്റിംഗ് ടൈപ്പ് ഓഫ് ടാലൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്കൊരു നന്മയല്ല വരുന്നത്. എൻ്റെ ജീവിതം വേസ്റ്റായി പോകുന്നു. പിന്നെ കുറേ അനീതികൾ കണ്ടു. അപ്പോൾ അതിനോടൊക്കെ എതിർക്കണം എന്ന്. പക്ഷേ ഇവരൊക്കെ പറയുക, നമ്മൾ ചെന്ന് ജനറാളമ്മോട് വരെ സങ്കടം പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുമോളെ സഫറിങ്, അത് ജീസസിന് സഫറിങ് ഇല്ലേ, ഇതൊക്കെയാണ് ഇവരുടെ സൂത്രവാക്യങ്ങൾ നമ്മളെ അടിച്ചമർത്താനുള്ളത്. ഈശോ സഹിച്ചതല്ലേ മോളെ, അപ്പോൾ മോളെ സഹിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഓ ശരി, അപ്പോൾ നമ്മൾ കുഞ്ഞാടായി തിരിച്ചു പോന്നു. ഇങ്ങനെ ആയി വന്നപ്പോഴാണ് ഫൈനലി എനിക്ക് വന്നത്, എനിക്ക് മെൻ്റലാണെന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോകണമെന്ന് കണ്ടപ്പോൾ അതിനൊരു കാരണം, ഞാൻ രണ്ടാമത്തെ കൊല്ലം എനിക്ക് ഗരാവ് വന്നു ഈ കോഴ വാങ്ങുന്നതിൽ. ഞാനല്ല വാങ്ങുന്നത്, അധികാരികൾ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ വാങ്ങിയെന്ന്, പ്രിൻസിപ്പലായിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ വാങ്ങിയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് എന്നോട് പല പേരൻസും വന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് ഇയർ എനിക്ക് ഗരാവ് വന്നു. അപ്പോൾ തേർഡ് ഇയർ ഞാൻ ഒറ്റ പൈസ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ സർക്കാർ പറയുന്ന ഫീസ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അത് കുറേ സിസ്റ്റേഴ്സിന് അതിന് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് രണ്ടാം കൊല്ലം ഗരാവ് സഹിച്ചപ്പോൾ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഒരു പ്രൊവിൻഷ്യലോ മാനേജറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ വേണമെങ്കിൽ പിടിച്ചോ, ഞാനിവിടെ വാങ്ങില്ല. അപ്പോൾ തേർഡ് ഇയർ ഒറ്റ രൂപ വാങ്ങിയിട്ടില്ല. എനിക്ക് 7 years ഉണ്ട്. അപ്പോൾ ഇനി 4 more years ഇവർക്ക് 1 രൂപ എന്നിലൂടെ കിട്ടില്ല. അല്ല സെൻറ് മേരീസിൽ വിമല കോളേജിലും ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കുഴ വാങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ 1 രൂപ ഫീസിനേക്കാൾ കൂടുതൽ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കോഴ. അപ്പോൾ ഞാൻ വൈസ് പ്രിൻസിപ്പൾ ആയതുകൊണ്ട് ശക്തിയുക്തം ബാധിച്ചു. അപ്പോൾ പിന്നെ അവർക്ക് ഒരു രക്ഷയില്ലാണ്ടായി. അങ്ങനെ വിമലയിൽ വാങ്ങിച്ചിരുന്നില്ല. സെൻറ് മേരീസിൽ ഞാൻ വന്നിരിക്കുമ്പോൾ അവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അറിഞ്ഞൂല്ല, തടയാനും പറ്റിയില്ല. അപ്പോൾ അത് അവർ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദം. ഫൈനാൻസുമ്പോൾ ഞാൻ തൊട്ടു. എനിക്കറിയാം ഒരു മാർപ്പാപ്പ ജോൺ പോൾ I കൊന്നത് ആൾ ഫൈനാൻസുമ്പോൾ തൊട്ടത് കൊണ്ടാണെന്നും അതൊരു മർഡർ തന്നെയായിരുന്നു എന്നും നമുക്ക് ആ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ബുക്കിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഭയം ഉണ്ടായിരുന്നു. ആ ഭയം ഒരു തരത്തിൽ ഭയം തന്നെ. ഞാൻ പറയാ അവിടെ എനിക്കൊരു ജോക്ക് പറയാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞു സിസ്റ്റർ അഭയ മരിച്ചുപോയി, ഇനിയുള്ളവരൊക്കെ കൊന്നു കളഞ്ഞു. പക്ഷെ ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നവരൊക്കെ ഫാദർ ഭയകളും സിസ്റ്റർ ഭയകളുമാണ്. ഞാൻ അഭയ എന്നുള്ളതിന് വേറെ അർത്ഥത്തിൽ ഭയമില്ലാത്തവൾ എന്നുള്ളൊരു അർത്ഥത്തിൽ പറയുമ്പോൾ ഇപ്പം എല്ലാവരും ഭയമുള്ളവരാണ്. ശരിക്കും ആ അറ്റ്മോസ്ഫിയർ നോക്കിയാൽ അറിയാം. ടീച്ചേഴ്സ് പറയും നമ്മുടെ ഈ ആസ്പയറൻസ് കന്യാസ്ത്രീ ആവാൻ വരുന്നവർ ജൂനിയർ സിസ്റ്റേഴ്സ് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അവരിങ്ങനെ കൈ കുടഞ്ഞ് ഓടണമാണ്. ഒരു ഭയാന്തരീക്ഷമാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റർ ഒരു നിഴൽ പോലെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അത് ചെന്ന് മദറിനോ പ്രൊവിൻഷ്യലിനോ ന്യൂസ് കൊടുക്കാനുള്ളവർ. അപ്പോൾ നമുക്കിങ്ങനെ ഞാൻ പിന്നെ എന്നാലും പറയേണ്ടത് പറയുന്നു മാത്രം. ആദ്യമൊക്കെ മിണ്ടാത്ത കുട്ടിയായിരുന്നു, മിണ്ടി തുടങ്ങിയപ്പോൾ മിണ്ടൽ തന്നെയായി. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ നമുക്കൊരു ഭയാന്തരീക്ഷമുണ്ട്. അത് സ്നേഹാന്തരീക്ഷമല്ല. ഞാനൊക്കെ സ്വപ്നം കണ്ട ഒരു സന്യാസ മഠങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും സ്നേഹവും പ്രാർത്ഥനയും നന്മയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അത് എൻ്റെ പൊട്ടത്തരം, എൻ്റെ വിഡ്ഢിത്തം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എല്ലാം തുടങ്ങുമ്പോൾ നല്ലതായിരിക്കും. എല്ലാ പ്രസ്ഥാനങ്ങളും പൊളിറ്റിക്കൽ പാർട്ടീസോ പ്രസ്ഥാനങ്ങളോ ആയാലും സ്പിരിച്വൽ ആയാലും ഈവൻ ഫിനാൻഷ്യൽ ആയാലും തുടക്കം നല്ലതായിരിക്കും.
അത് ശരിക്കും അതിനെ വിളി കിട്ടിയവർ അല്ലെങ്കിൽ അതിനെ ദൈവവിളി. ഉത്ബോധം കിട്ടിയവരായിരിക്കും അത് തുടങ്ങുക. ഈവൻ രാഷ്ട്രീയ പാർട്ടി പോലും അത് തുടങ്ങുമ്പോൾ അതിന് ഭയങ്കര ഇന്നസെൻസും സിൻസിയറിറ്റിയും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഫോളോവേഴ്സിനെ അതിൽ നിന്നൊക്കെ അത് ഡൈല്യൂട്ടഡ് ആയിപ്പോയി, ആദർശങ്ങളൊക്കെ ഡൈല്യൂട്ടഡ് ആയിപ്പോയി. കുറേ കഴിയുമ്പോൾ അത് കോൺട്രറി ആയി മാറി, ഓപ്പോസിറ്റായി മാറി. അങ്ങനെ ആയിപ്പോയി. സിസ്റ്റം തകരാറിലായി. മിക്കവാറും എല്ലാ സിസ്റ്റങ്ങളും, ഞാൻ എല്ലായിടത്തേക്കും പോകുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒക്കെ ആ സിസ്റ്റം തകരാറിലായി. തുടക്കത്തിലുള്ള ആത്മാർത്ഥതയും അവർ പറയുന്ന ആദർശവും ഒക്കെ പോയി. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം, എല്ലാ സാധനവും വളർന്ന ഒരു എയ്പെക്സ് ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ടാണ്. അങ്ങനെയാണ് അതിൻ്റെ ഗതി. അപ്പോൾ താഴോട്ടാവണമെന്ന് കണ്ടാൽ പിന്നെ അത് മാറ്റിയിട്ട് വേറെ പുതിയത് തുടങ്ങണം. നമ്മൾ മരമൊക്കെ ആണെങ്കിൽ ചീഞ്ഞ് കഴിഞ്ഞാൽ അത് വെട്ടി അതിൽ നിന്ന് വേറെ വരും, പുതുമുള വരും. അതൊക്കെ ചെയ്യേണ്ട കാലം അതിക്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ സന്യാസം എന്ന് പറഞ്ഞ സിസ്റ്റത്തോട് വരെ എനിക്ക് അത് മാറ്റേണ്ട സമയമായി. പണ്ട് ഏകാന്ത സന്യാസമായിരുന്നു, പിന്നെ സെയിൻറ്റ് ആൻ്റണി വന്നത് സംഘാത സന്യാസാക്കി, ഇപ്പം അത് ചീഞ്ഞഴിയുകയാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഒരു മോഹം ഉണ്ടെങ്കിൽ ഒരു സന്യാസ ജീവിതം വേണം, അല്ലെങ്കിൽ ഒരു ആത്മീയ ജീവിതം വേണം, ഒരു മിസ്റ്റിക്കൽ ലൈഫ് ലീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുറകോട്ട് പോകണം, ഏകാന്ത സന്യാസത്തിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് ആദ്യം പൂജ്യം തുടങ്ങണം. പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ വേണമെങ്കിൽ സംഘാതാക്കിക്കോട്ടെ, അപ്പം അതിന് പുതുമയുണ്ടാവും. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, ഒരു വേണ്ട. അപ്പം ഞാൻ മോളുടെ ചോദ്യത്തിന് ഉത്തരവായില്ല. അങ്ങനെയാണ് ഞാൻ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങുമ്പോൾ അവർ എഴുതിയ ലേബല്, അതായത് മാനസിക പ്രശ്നങ്ങൾ മൂലം എന്ന് പറഞ്ഞാൽ മെൻ്റൽ സിസ്റ്റർ ജസ്മി പ്രിൻസിപ്പൽ പദവിയും മഠാംഗത്വവും ഉപേക്ഷിച്ചിറങ്ങുന്നു. ഇതാണ് ബിഷപ്പ് കോളത്തിൽ പത്രത്തിൽ വന്ന വരി. എല്ലാവരും അതല്ലേ വിശ്വസിക്കുക. ഞാൻ പരപരപരാന്ന് പറയുന്നുണ്ട്, അതൊക്കെ ഇട്ടിട്ടുണ്ട് പത്രങ്ങളിൽ. 2008 സെപ്റ്റംബർ 1 പത്രങ്ങൾ മുഴുവനും എടുത്ത് നോക്കിയാൽ മിക്കവാറും അത് ഞാനായിരിക്കും. അതിന് മുമ്പത്തെ തലേ ദിവസത്തെ ചാനലുകളും എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് മെൻ്റലാണെന്ന് പറയുന്നതാണ്. നമുക്ക് താളവട്ടം അറിയാം, തനിയാവർത്തനം അറിയാം. ഒരു പുരുഷനായാലും സ്ത്രീക്കായാലും അവരെ വേശ്യ എന്ന് വിളിച്ചാലും ഇത്ര പ്രശ്നമില്ല. ഒരു വേശ്യയ്ക്ക് സ്വാഗതം ചെയ്യാൻ ഒരു ഗ്രൂപ്പെങ്കിലും സമൂഹത്തിലുണ്ടാകും. പക്ഷേ മെൻ്റലായിട്ട് ഇത് ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ ആരെനിക്ക് അഭയം തരും, ആര് സൗഹൃദം തരും, ആര് ജോലി തരും, ആര് പ്രൊട്ടക്ഷൻ തരും? ആരും തരില്ല. അപ്പോൾ അതാണ് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയുടെ സ്റ്റാമ്പ്. അത് എനിക്ക് മനസ്സിലായി, ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ ആമേൻ എഴുതിയത് എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയാനാണ്. അതെനിക്ക് മൈക്കിലൂടെ പറഞ്ഞ് നടക്കാൻ പറ്റില്ല. വേറെ ഏത് വഴിക്ക് ഞാൻ സൊസൈറ്റിയോട് പറയും എനിക്ക് ഭ്രാന്തില്ല എന്ന്. അതാണ് എന്നെ ആമേൻ എഴുതിച്ചത്. പക്ഷെ എഴുതി വരുമ്പോൾ ഞാൻ എല്ലാം എഴുതണ്ടേ? അത് ഞാൻ പറഞ്ഞ എന്തിനാണ് ബാംഗ്ലൂർ ഇവൻറ്റും നെയ്ക്കഡായിട്ടുള്ള ന്യൂഡ് അല്ലെങ്കിൽ അശ്ലീല കാര്യങ്ങൾ എഴുതിയതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ എനിക്ക് ഫുള്ള് വരയ്ക്കണം. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സ്ത്രീയും തമ്മിലുള്ള ലെസ്ബിയൻ റിലേഷൻഷിപ്പും അവിടെ നടക്കുന്നുണ്ട്, ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പും നടക്കുന്നുണ്ട്. അത് എനിക്ക് വിളിച്ച് പറയണം എന്നെനിക്ക് തോന്നി. അല്ലെങ്കിൽ എൻ്റെ ആത്മാർത്ഥ കുറവ് വരും. അതിൽ ഞാൻ പോലും ഉൾപ്പെട്ടു പോയതും അതും കൂടി എനിക്ക് പുറത്ത് പറയണമെന്ന് എനിക്ക് നിർബന്ധമായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ കഴിയാവുന്ന അത്രയും എവ്രി ഡേ ഞാനിത് ടൈപ്പ് ചെയ്യായിരുന്നു ഇംഗ്ലീഷിൽ. ലാപ്ടോപ്പിൽ ഇത് ടൈപ്പ് ചെയ്തിട്ട് അന്ന് രാത്രി പോയി കരയും. കാരണം ഞാൻ വീണ്ടും ആ മുറിവ് പച്ചയായി ഉണങ്ങാതിരിക്കുന്ന ഫീലിംഗ് ആയിരുന്നു. അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഹീൽഡ്. അപ്പോൾ അങ്ങനെ എഴുതിയ എൻ്റെ കണ്ണീരിൻ്റെ കഥയാണ് ആമേൻ. അതിൽ ഒരു വാക്ക് പോലും മാറരുതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിൽ പെൻഗ്വിൻ എഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴും ഞാനത് വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞു. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഞാൻ അത് പറ്റില്ല, അങ്ങനെ ഒരു വരി ഞങ്ങളുടെ മഠത്തിൽ പറയില്ല എന്ന് പറഞ്ഞ് അത് വെട്ടി. അത്രയും ഒരു 100% ഓരോ പദവും വേർഡും ഞാനിങ്ങനെ ഞെക്കി നോക്കിയിട്ട് അങ്ങനെയാണ് ഞാനത് എഴുതിയത്. അതുകൊണ്ടാണ് അത് ആ വർഷത്തെ 2009 ബെസ്റ്റ് സെല്ലറും 2010 ബെസ്റ്റ് സെല്ലറും ഇംഗ്ലീഷും മലയാളവും ബെസ്റ്റ് സെല്ലറും ആയി വന്നപ്പോൾ ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ 2 വർഷവും ബെസ്റ്റ് സെല്ലറാവണേ? അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആത്മാവ് തൊട്ട് എഴുതിയതാണ്. ഞാൻ പറഞ്ഞു ഈശോയുടെ കയ്യൊപ്പിട്ട പുസ്തകം എന്ന് പറഞ്ഞു. ആമേൻ. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെയുള്ളവരും പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇതെനിക്ക് ഉറപ്പായിട്ട് പറയാം, അതിലൊരു വാക്ക് നിങ്ങൾക്ക് മാറ്റിയിട്ട് വേറെ വാക്ക് വയ്ക്കാൻ പറ്റില്ല.
ഒരു വാക്ക് അസത്യമാകാതിരിക്കുക, അത്രയും ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഇത് എനിക്ക് മുൻ മോഡലുകളില്ല, മുൻ മാതൃകകളില്ല. ആദ്യമായിട്ട് ഞാനാണ് എഴുതുന്നത്. 10,000 സിസ്റ്റേഴ്സ് ഇതിന് മുൻപ് പുറത്തിറങ്ങിയിട്ടുണ്ട്, അച്ഛന്മാരതിലേറെ. പക്ഷെ അവരാരും ഇത് എഴുതിയില്ല, അവരാരും അത് ഒരു സിസ്റ്ററിന് വിളിക്കപ്പെടാൻ പോലും അവരാഗ്രഹിച്ചില്ല. പക്ഷേ ഞാൻ പറയുന്നത് ലോകം അറിയട്ടെ, ഇനിയുള്ള പുതുതലമുറ രക്ഷപ്പെടണ്ടേ. അവരൊക്കെ ഈ റെയിൽപ്പാളത്തിൽ തലവെക്കാൻ വന്ന് ഇത് പുണ്യസ്ഥലം എന്ന് വിചാരിച്ച് വന്നു കയറിയിട്ട് എന്നെപ്പോലെ ബുദ്ധിമുട്ടിലാവണ്ടല്ലോ. നല്ല പ്രായത്തിൽ തന്നെ അവർ മറ്റ് ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കട്ടെ. ഒരു തുറന്നെഴുത്ത് തന്നെയാണ് അല്ലെ, ഒരു പുകമറിയും ഇല്ലാതെ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വായനക്കാരുള്ളത്. ആമേ. പക്ഷെ ഇതൊക്കെയാണ് കാരണമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സിസ്റ്റർ ജസ്മിയെ ഇങ്ങനെയും ആൾക്കാർ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഞാൻ പറയാം, നമ്മളിപ്പോ സിസ്റ്റർ ജസ്മി എന്ന വ്യക്തിയിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടതകൾ സഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ വിമല കോളേജിലെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നിട്ടും സെന്റ് മേരീസ് കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്നിട്ടും കൂടി അവിടെയുള്ള ഒരു രേഖകളിലും ഈ ഒരു വർഷക്കാലം പ്രിൻസിപ്പൾ ആയിരുന്നതോ അല്ലെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നതോ ആ സ്ഥാനത്ത് സിസ്റ്റർ ജസ്മിയുടെ പേരോ വിവരങ്ങളോ ഒന്നുമില്ല. അന്വേഷിക്കാവുന്നതിന്റെ പരമാവധി അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഓഡിയോ എഞ്ചിനീയർ ആയിരുന്ന അവൻ വഴി അന്വേഷിച്ച ഒരുപാട് ആൾക്കാരിലേക്ക് അങ്ങനെ ഞങ്ങളൊരു ഫാദറിൽ എത്തപ്പെട്ടു. അപ്പോൾ ഫാദറിന്റെ മറുപടി എന്തായിരുന്നു എന്നറിയോ? എന്തിന് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വേണം? അതിനു മാത്രം എന്താണ് അവരിലുള്ളത്? ഈ കത്തോലിക്ക സഭയുടെ അവർക്കെതിരെയായിട്ട് ഓരോ വാക്ക് ഉച്ചരിക്കുന്ന ആ വ്യക്തി എന്തിനാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത്? അത് തെറ്റാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് ഒരു അത്രമാത്രം എന്ത് തെറ്റാണ് സിസ്റ്റർ ജസ്മി ചെയ്തത്? ഇതേ എല്ലാം ഒളിച്ചു വെക്കുക, മറച്ചു വെക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ഇങ്ങനെ എത്രയോ മറച്ചു വെക്കുന്നു, അത്രയോ അത് ക്യാൻസറസ് ആവാണ്, അത് പഴുപ്പ് കൂടുകയാണ്. അതൊന്ന് തുറന്ന് നോക്കിയേ, ഒരു ഓപ്പറേഷന് വിധേയമാക്കി നോക്കിയേ. ഞാൻ പറഞ്ഞത് എൻ്റെ ആമേൻ എഴുതിയത് കൊണ്ട് ഒരു ജനലയാണ് ഞാൻ തുറക്കുന്നുള്ളൂ ഈ മഠ അന്തരീക്ഷത്തിൻ്റെ. അവിടെയെങ്കിലും കാണുന്ന പൊടിയും അഴുക്കും ഒന്ന് തുടച്ചു നീക്കാൻ, അത്രയെങ്കിലും ഒരു വെളിച്ചം ഉള്ളിലേക്ക് കടക്കാൻ. ഈ രണ്ടാം വത്തിക്കാൻ സുനദോസിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ജനാലകൾ, ചേർച്ചിൻ്റെ ജനാലകൾ ഞങ്ങൾ തുറന്നിടുന്നു, പരിശുദ്ധാത്മാവ് അകത്തേക്ക് വരട്ടെ. അപ്പോൾ എന്തോ പരിശുദ്ധാത്മാവ് അതുവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സംശയം കൂടി വരുന്നുണ്ട്. വെളിച്ചം കടക്കട്ടെ. അപ്പോൾ കുറേ പേര് കന്യാസ്ത്രീകളും പോയി എന്നൊക്കെ പറഞ്ഞ് അതിനും വിവാദമുണ്ട് കേട്ടോ. സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിൽ തുറന്നിട്ടു എന്ന് പറഞ്ഞിട്ട് വിവാദം. ഈ ഒളിച്ചുമൂടി ഈവൻ അഭയ കേസ് എന്തിനാ എത്ര കൊല്ലം നീട്ടിയത്? ഈ നീളും തോറും ഇത് ഡയോക്ലിഷ്യൻ വാള് പോലെ മുകളിൽ കെടുക്കുകയാണ്. അത് അത്രയും കാലം ജനത്തിൻ്റെ മനസ്സിൽ ഈ ദുഷ്ട് കെടുക്കുകയാണ്. അത് അന്നേ ആയിക്കഴിഞ്ഞെങ്കിൽ ഇപ്പം നമ്മൾ ഒരുവിധം മറന്ന പോലെയായി അഭയ കേസ്. കാരണം അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷെ എത്രയോ വർഷം അത് മൂടി വെച്ച് കൊണ്ട് നടന്നു. ഇപ്പോഴും ഈ മോഡൽ ഞാൻ പറയും, ആ ഒരു ട്രാൻസ്പെറൻസി, ആ അക്കൗണ്ടബിലിറ്റി, ഇത് രണ്ടും കുറവ്. അതാണ് ദുഷ്ടത വരുന്നത്. അവിടെയാണ് പിശാച് കൂടുകൂട്ടുന്നത്. അപ്പോൾ ഒരു കുട്ടി സിസ്റ്ററാവാൻ പോകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഒരാൾ ആമേൻ ബുക്ക് കൊണ്ടു കൊടുത്തു. മോളെ ഇതൊന്ന് വായിച്ചിട്ട് നീ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചതല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു ബുക്ക് ഞാൻ വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ വായിച്ചില്ല, അവളുടെ വീട്ടുകാരും വായിച്ചില്ല. അങ്ങനെ അവൾ മടത്തിപ്പോയി. ഭയങ്കര മിടുക്കി കുട്ടിയായിരുന്നു. സിസ്റ്റർമാർ വലയിട്ട് പിടിച്ച് ഭയങ്കര സ്നേഹത്തിൽ കൊണ്ടുപോയതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് വിവരങ്ങളൊക്കെ തിരിഞ്ഞു. അപ്പോൾ അവൾ തിരിച്ചു പോരാനായിട്ട് തീരുമാനിച്ചു. വീട്ടുകാർ വന്ന്, അവൾ വാശി പിടിച്ചു പോരണം. അങ്ങനെ വീട്ടുകാർ വന്നു. അവൾ പോരുകയാണ്. പോന്നു കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ട് അവിടെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല, ഇങ്ങനെയൊക്കെ സിസ്റ്റേഴ്സ് പറയുമോ ചെയ്യുമോ? അങ്ങനെയൊക്കെ വിഷമിച്ചപ്പോഴാണ് അമ്മ ആമേനെടുത്ത് വായിച്ചത്. അപ്പോൾ സിസ്റ്ററെ, അവൾ പറഞ്ഞ വരികളൊക്കെ ഞാൻ ആമേനിൽ കണ്ടു. അപ്പോഴാണ് എനിക്ക് എൻ്റെ മോള് നുണയല്ല പറയുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ അവർ പോരുമ്പോൾ അവരോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തോളൂ എന്ന് അധികാരികൾ പറഞ്ഞു എന്ന്. അപ്പോൾ അപ്പൻ പുറത്ത് നിൽക്കുകയാണ്, കുട്ടിയുടെ അമ്മ മോളുടെ കൂടെയുണ്ട്. അപ്പോൾ അമ്മോട് പറയാണ്, മോൾക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തോളൂ, അവൾക്ക് എന്തൊക്കെയോ മാനസികമായ വിഷമമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും സിസ്റ്റർ ജസ്മീനെ കാണാൻ പോകുന്നുണ്ട്. അവരോടനെ ഒരിക്കലും സിസ്റ്റർ ജസ്മിയെ കാണരുത്, ഒരിക്കലും എന്നൊക്കെ പറഞ്ഞ് ബഹളായി. അപ്പോഴേക്കും അപ്പൻ ബഹളം കേട്ടിട്ട് പുറത്തുനിന്ന് വന്നിട്ട് ചോദിച്ചു ഇവരോട്, എന്താ ഇവിടെ ബഹളം? അപ്പോൾ പറഞ്ഞു, സിസ്റ്റർ ജസ്മിയെ ഇവർ കാണിക്കുന്നു, കാണിക്കരുത്, അത് ഞങ്ങൾ തീരുമാനിക്കാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടു തരുമല്ലേ, ഇനി ആരെ കാണിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിക്കാമെന്ന് വന്നു. ആ അമ്മയും മോളും ഇവിടെ വന്നു, എന്നെ കണ്ടു സംസാരിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മോളെ ഇതൊരു
കഴിഞ്ഞുപോയ അധ്യായമാണ്, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ. മോള് അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. കുറച്ച് കാലം പോയി മടത്തിൽ നിന്നല്ലേ, മോള് മടത്തിലേ പോയിട്ടില്ല. ഇപ്പോഴാ കുട്ടിയുടെ നമ്പറുണ്ട്, ഞാൻ വിളിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ആ ഫീലിംഗ് വരരുത്. മോള് ഫ്രഷായിട്ട് പഠിക്കാൻ തുടങ്ങും, ജീവിതം മോളുടെ ജീവിതം കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഡിസ്കഷൻ ചാനലിൽ വന്നു, കുട്ടികൾ കുറയുന്നു കന്യാസ്ത്രീ ആവാനുള്ളവർ. അപ്പോൾ പോൾ തേലക്കാട്ട് ഫാദർ ഇരിക്കുന്നുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ചർച്ചയിൽ ഫാദർ പോൾ തേലക്കാട്ട് പറഞ്ഞു, 1-2 കാരണങ്ങൾ. വീടുകളിലൊക്കെ ഇപ്പോൾ 1-2 മക്കളുള്ളൂ, അപ്പോൾ അവർ വരില്ലല്ലോ. 2, സന്യാസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുഖലോലുപതയുടെ ലോകത്തിൽ അവർക്കൊന്നും താല്പര്യമില്ല, നെഗേറ്റ് ചെയ്ത് ജീവിക്കാൻ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 3 കാരണങ്ങൾ അവർ കുറയാനുള്ളതുണ്ട്. 1, അഭയ കേസ് ഇന്നും നിലവിൽ നിൽക്കുന്നു. 2, ആമേൻ എന്ന പുസ്തകം. അന്ന് ആമേനെ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ, ഞാൻ ആ ചർച്ചയിൽ പങ്കെടുക്കും. ആമേൻ എന്ന പുസ്തകം അത് വായിച്ചവരാരും അവരുടെ പെങ്ങളെയോ മകളെയോ സന്യാസത്തിന് വിടില്ല. 3, അതിനുള്ളിൽ സന്യാസമില്ല, ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ വരാത്തത്. സന്യാസം ആഗ്രഹിക്കുന്നവരല്ലേ അങ്ങോട്ട് വരേണ്ടത്, അവിടെ അതില്ലല്ലോ. അച്ഛൻ പറഞ്ഞത് അതിലേക്ക് വരാൻ വിഷമം കൊണ്ടെന്നാണ്, ഞാൻ മറിച്ചിടണേ. ശരിയായ സന്യാസം അവിടെ ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്തത്, ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അവിടേക്ക് വരാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ഓരോ ചർച്ചകളും നടക്കുന്നത് നമ്മൾ ഒട്ടും സ്വപ്നം പോലും കാണാത്ത തരത്തിലുള്ള രീതികളൊക്കെയാണല്ലോ. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസായാലും ആ ഒരു കന്യാസ്ത്രീയെ 13 തവണ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നമായിട്ട് കോടതിയെ സമീപിച്ചപ്പോഴും ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടല്ലോ, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. എന്താണ് ഇതിലെയൊക്കെ വാസ്തവം? കോടതി അവിടെ കണ്ടെത്തിയത് എന്താണെന്നറിയോ? ഇവർ രണ്ടുപേരും ഉഭയസമ്മതപ്രകാരമാണ് സെക്സിൽ ഏർപ്പെട്ടത് എന്നാണ്. കാരണം സിസ്റ്റർക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ്. ആദ്യം ഉണ്ടായിരുന്നുണ്ടാവില്ല, ആദ്യം അത് ആക്രമം അല്ലെങ്കിൽ റേപ്പ്. അതുകൊണ്ടാണ് ആ സിസ്റ്റർ പറയുന്നത് അത് ബലാത്സംഗമാണെന്ന്, ആ സിസ്റ്ററിനെ അനുകൂലിക്കുന്നവരും അത് പറയുന്നു. പക്ഷെ കോടതി കണ്ടെത്തിയത് പല ഇതുകളും സിസ്റ്റർ ഫോൺ കോടതിയിൽ സമർപ്പിച്ചില്ല, ഡയറിയോ അങ്ങനെ കുറേ കാര്യങ്ങൾ, ലാപ്ടോപ്പ് സമർപ്പിച്ചില്ല. അപ്പോൾ ഒക്കെ ഈ ബിഷപ്പിൻ്റെന്നാണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കോടതിക്ക് തെളിഞ്ഞത് ഇവർ തമ്മിൽ ഉഭയസമ്മതപ്രകാരമാണ് സെക്സ് ചെയ്തത്. അത് കോൺസ്റ്റിറ്റ്യൂഷന് എതിരല്ല. പ്രായപൂർത്തിയായവർ ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് തെറ്റല്ല. ഇറ്റ്സ് നോട്ട് എ ക്രൈം, ബട്ട് ഇറ്റ് ഈസ് എ സിൻ. ഞാൻ അന്നത്തെ ചർച്ച, അന്ന് ഒരു BJP ചാനലിൽ വൈകുന്നേരം ചർച്ചയ്ക്ക് വിളിക്കുന്നതിനുള്ളിൽ ഞാൻ ഇത് മുഴുവൻ വായിച്ചെടുത്തു, എന്താണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി പന്ത് ചേർച്ചിൻ്റെ കോർട്ടിലാണ്. കാരണം ചേർച്ചാണ് ഇനി പറയേണ്ടത് ഇത് സിന്നാണോ അല്ലേ എന്ന്. എന്തിനാണ് മനുഷ്യരോടൊക്കെ ബ്രഹ്മചര്യം വേണമെന്നും കല്യാണം കഴിച്ചവർ സിംഗിൾ ഫെയ്ത്ത്ഫുൾനെസ് വേണമെന്നും വേറെ സ്ത്രീകളുടെ അടുത്ത് പോകരുതെന്നും അല്ലെങ്കിൽ വേറെ പുരുഷന്മാരുടെ അടുത്ത് പോകരുതെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അവർ ഉഭയസമ്മതപ്രകാരം പോയാൽ അത് തെറ്റല്ലെങ്കിൽ ബിഷപ്പിനെ പോലെ ബിഷപ്പിനെ ബിഷപ്പായി തുടരാനും കന്യാസ്ത്രീയായി തുടരാനും പറ്റുമെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അതിനുത്തരം വിശ്വാസികൾക്ക് നിങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടത് എന്ന്. അതിതുവരെയും കിട്ടിയിട്ടില്ല. അവർ പിന്നെ മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ സുപ്രീം കോർട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേസ്. അതുകൊണ്ടാണ് ആ സിസ്റ്റേഴ്സ് 3 പേര് പോയി, ബാക്കി 3 പേര് അവിടെ നിൽക്കുന്നത്. അത് അവർ ഫൈറ്റ് ചെയ്ത് കോൺവെൻറ്റിൽ തന്നെ നിൽക്കണമല്ലോ, സുപ്രീം കോർട്ടിലേക്ക് കേസ് പോയതുകൊണ്ട്. എന്താവോ എന്തോ എന്തോ എന്ന് പറഞ്ഞ ചർച്ചിന്റെ പരിധിയിൽ അങ്ങനെയാണെങ്കിൽ അവർ ബിഷപ്പായി തുടരേണ്ടതില്ല, കന്യാസ്ത്രീയായിട്ടും തുടരേണ്ടതില്ല, അവിടെ നിൽക്കണം ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങളെ എന്തിനാ ഈ ബ്രഹ്മചര്യം പഠിപ്പിച്ചു വെച്ചേ? അങ്ങനെയാണെങ്കിൽ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും. ഞാൻ ഈ ഇറങ്ങിയ ഉടനെ മാർപ്പാപ്പയ്ക്ക് 2 കാര്യമാണ് ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂകളിലൂടെ, ഞാൻ നിവേദനമൊന്നും വെച്ചിട്ടില്ല. ഒന്ന്, ഒരു 3-ാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിക്കുക. അത് നിങ്ങൾക്ക് അത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് പുനർവിചിന്തനം നടത്തുക. ഇതുവരെയുള്ള ചർച്ചിൻ്റെ നിയമങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ വെളിച്ചത്തിൽ പുനർവ്യാഖ്യാനം ചെയ്യുക. അതൊന്ന്. 2, ആഗ്രഹിക്കുന്ന അച്ഛന്മാരെയും സിസ്റ്റർമാരെയും ഒന്ന് കല്യാണം കഴിക്കാൻ അനുവദിക്കുക. വെറുതെ അവർ ഈ എന്താണ് പീഡോഫീലിയ, ചെറിയ ആൺകുട്ടികളെ ഈ വൈകൃതങ്ങളിലേക്ക് പോവല്ലേ അവർ മനുഷ്യരല്ലേ? അവർക്കും ഈ ബ്രഹ്മചര്യം ഒന്നും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ കണ്ട സ്ത്രീകളെ കയറിപ്പിടിക്കുക, കുട്ടികളെ കയറിപ്പിടിക്കുക, ആൾത്താര ബാലന്മാരെ, ആൾത്താര ബാലികകളെ
ഒക്കെ ചെയ്തിട്ട് എത്ര കേസുകളാണ്. മാർപ്പാപ്പ പോയിട്ട് അവരോടൊക്കെ മാപ്പ് ചോദിക്കന്നെ ഇങ്ങനെ മാപ്പ് ചോദിച്ച് നടന്നാൽ മതിയോ ജീവിതകാലം മുഴുവൻ? ആ കുടുംബങ്ങളുടെ വേദനയും അവരുടെ ആ കുട്ടികളുടെ മനസ്സിലെ വ്രണങ്ങളും എന്ന് തീരും? അപ്പോൾ അതിന് ആഗ്രഹമുള്ളവരൊക്കെ പോയി കെട്ടട്ടേന്നേ. അതിനൊരു അനുവാദം കൊടുക്കും. കത്തോലിക്ക സഭയാണത് കൊടുക്കാണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു തമാശ ഞാൻ പറയുന്നത്, ചിലർ പറയാണ്, കാൾ മാർക്സ് ഇങ്ങനെ പറയാണ്, മാർക്സിസ്റ്റുകാരൊന്നും വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കത്തോലിക്ക സഭയേക്കാൾ ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി അത് മാറിയേനെ. കാരണം വീടുകളിലേക്ക് പണം കൊണ്ടുപോയില്ല, വീടുകളിലേക്ക് ശ്രദ്ധ പോവില്ല. ഇതിപ്പോൾ അവരവരുടെ വീട്ടിലെ കാര്യങ്ങൾക്കും പണം കക്കലും ഒക്കെ നടക്കുന്നത് അവർക്ക് കുടുംബങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ കത്തോലിക് ചേർച്ച് പറഞ്ഞ ബുദ്ധി കാൾ മാർക്സിനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചേർച്ചിനേക്കാളും പണവും ശക്തിയും ഒക്കെ ഉള്ളത് അവർക്കാകുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു തമാശ പോലെ പറയാറുണ്ട്. ഈ ഒരു ഇപ്പോ കന്യാസ്ത്രീ എന്ന ആ വേഷം അത് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 16 വർഷം. ഈ ഓഗസ്റ്റ് 31 17 വർഷമാവും. അപ്പം എനിക്ക് 17 വയസ്സാവും. ഞാൻ സ്വീറ്റ് 17 മാറും. എൻ്റെ പുതിയ കാലഘട്ടത്തിൽ, പല കാലഘട്ടമാണല്ലോ. 17 വയസ്സിൽ മഠത്തിൽ ചേർന്നു, പിന്നെ ഒരു 33 കൊല്ലത്തോളം അവിടെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ആ 17 വർഷം ആദ്യം ജീവിച്ചതുപോലെ ഇപ്പോൾ ഞാൻ 17 വർഷമായി, 3-ാം കാലഘട്ടം. ഈ സ്വീറ്റ് 17 എന്നൊക്കെ പറയുമ്പോ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. എന്തായാലും സൊസൈറ്റിയുടെ അതിക്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം ഇങ്ങനെ വെളിമ്പ്രദേശത്ത് പറയണ കാരണം ഇപ്പൊ ഭയങ്കര പ്രണയാഭ്യർത്ഥനകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒന്നും അത്രയല്ല, ഈ ഫോണിലെ ശല്യങ്ങളും ഈ രാത്രി വിളിക്കലും. ഒരു 10 മണിക്ക് ശേഷം വിളിച്ചാൽ ഞാൻ ചോദിക്കും, ആ ക്ലോക്കിലേക്ക് ഒന്ന് നോക്കിയേ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയെ വിളിക്കേണ്ട സമയമാണോ ഇത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവർ വായടക്കും. അപ്പൊ എന്താ സംസാരിക്കുക? അത് പറഞ്ഞ് മാറി വരും. അതിങ്ങനെ നമുക്ക് ആ രാത്രിയിലെ സംസാരം നമുക്ക് അറിയാം. ഒന്നില്ലെങ്കിൽ അവർ വെള്ളമടിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ വേറെ എന്തൊക്കെയോ മോഹങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അത് സോഫ്റ്റ് സൗണ്ടൊക്കെ ആയിട്ട് മാറും. ചിലർ ചേച്ചി എന്ന് വിളിക്കും, സിസ്റ്ററിൻ്റെ മലയാളമല്ലേ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ വേണ്ട, എന്നെ സിസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത വരി സംസാരിച്ചാൽ മതി. അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയും. അപ്പോൾ ചേച്ചി എന്ന് വിളിക്കാൻ ഞാൻ എച്ചുമ്മക്കുട്ടിയെ അനുവദിച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ അനുവദിക്കുക മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ കുറച്ച് പേർക്കേ അത് അനുവാദം കൊടുക്കുള്ളൂ. പുരുഷന്മാർക്ക് ഒട്ടും കൊടുക്കില്ല. അവർക്ക് ഈ ചേച്ചിയിലും ഉണ്ട് ഒരു വാത്സല്യം, സ്നേഹമൊക്കെ ഇങ്ങനെ വരും. ഈ വിളികളിൽ തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഒരിക്കൽ ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞതാണ്, നല്ല സ്നേഹവും ചിരിയും ഒക്കെ കാണുമ്പോൾ പക്ഷെ തൊടിയിക്കില്ല ആള്. സിസ്റ്റർ ഇങ്ങനെ മനുഷ്യരെങ്ങനെ ആകർഷിക്കും. ഞാൻ മനഃപൂർവ്വമല്ല, വരുന്നവരെയൊന്നും തൊടിയിക്കില്ല. അതൊരു പ്രത്യേകതയാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചു നമുക്കും ജീവിക്കണ്ടേ. ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? സത്യം പറയാം, തോന്നിയിട്ടുണ്ടോ ഞാൻ ചോദിച്ചാൽ, ഈ അടുത്ത കാലത്ത് എനിക്കൊരു ജൂനിയർ ജീസസിനെ ഞാൻ കണ്ടെത്തുകയും, ഭയങ്കര ആദർശം, ഭയങ്കര പുണ്യം. അപ്പം നമുക്ക് അറിയാതൊരു അത് പറഞ്ഞു പ്രണയത്തിലേക്ക് വന്നോ എന്നൊരു സംശയം. പക്ഷെ നിർത്തി. കാരണം ജൂനിയർ ജീസസ്, അതായത് ജീസസിനെ പോലെ തന്നെ ഒരു ആളുടെ 3 ഇരട്ടി വയസ്സ് എനിക്കുണ്ട്. ഞാൻ മുത്തശ്ശിയാവേണ്ട പ്രായമുണ്ട്. പക്ഷെ ആ ആദർശം കാണുമ്പോഴേ നമുക്കറിയാണ്ട് നമ്മൾ ആ ഒരു മനുഷ്യനിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുപോയി, ഒരു ചാഞ്ചാട്ടം ഉണ്ടായി. അപ്പോൾ പക്ഷെ ഞാനത് നിർത്തി കേട്ടോ. കാരണം വിഡ്ഢിത്താണ്. എനിക്ക് ഈ ജീസസ് ഉള്ളപ്പോൾ അതൊരു ഫുൾനെസ്സാണ്. ഈ ജീസസിനോടുള്ള പ്രണയം നമുക്കൊരു ഫുൾനെസ്സാണ്. ഞാനിങ്ങനെ പണ്ടൊരിക്കൽ ഇതുപോലെ ഒരാളോട് ഒരല്പം ഒരു സ്നേഹം ഞാൻ മഠത്തിലായിരിക്കുമ്പോൾ തോന്നിയപ്പോൾ, അതായത് ഒരു റെക്കോർഡിങ്ങിന് പോയിട്ട് അവിടെ അവൻ എൻ്റെ പിന്നാലെ നടക്കലും ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നാലെ നടന്ന്, അപ്പോൾ ഞാനിങ്ങനെ അന്ന് രാത്രി കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഈശോനെ നോക്കിയിട്ട് പറഞ്ഞു, ഏറ്റവും നല്ല ബുദ്ധിമാനും ഏറ്റവും ധനാഢ്യനും ഏറ്റവും സുന്ദരനും ഒക്കെ ആയിട്ടുള്ള നീ ഉള്ളപ്പോൾ പിന്നെ എനിക്ക് എന്തിനാ വേറൊരാളെന്ന്. ആ ഫുൾനെസ് വരുമ്പോഴേ അതൊരു ഇപ്പോഴും ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പും ജീസസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഇങ്ങനെ എൻ്റെ നാവിലൊക്കെ നീ പറയേണ്ടത് പറയിക്ക്. ആ ഒരു ഇങ്ങനെ കാണിക്കും ജീസസ് എന്നോട്. അത് എല്ലാ അങ്ങനെ പ്രവർത്തനങ്ങൾക്കും മുൻപും ഒരു ലേഖനം എഴുതാൻ പോണതിന് മുമ്പ് തന്നെ, ജീസസ് ഞാൻ എഴുതാൻ പോണ്ടിട്ടോ, അത് മിന്നിച്ചേക്കണമെന്ന് അറിയില്ലേ.
അപ്പോൾ അത് എഴുതി കഴിയുമ്പോൾ ഞാൻ പോയി താങ്ക്സ് പറയും. ഇതെനിക്ക് അറിയാം നന്നായിട്ടുണ്ട് എന്നിങ്ങനെ. ഇപ്പോൾ ഒരു 2 ലേഖനം ഇനി വരാനുണ്ട്. ഇന്ന് സാഹിത്യ അക്കാദമിയിൽ കൊടുത്തത് അത് ഇതാണ്, മതേതര ആത്മീയത. അതൊക്കെ എൻ്റെ വിഷയമാണ്. മതേതര ആത്മീയത അതല്ല ഇനി വേണ്ടത്. എന്തോ ഈ മതത്തിൻ്റെ ചട്ടക്കൂടിലുള്ള അതല്ല, അത് ശരിയായ ആത്മീയത അല്ലാന്നേ. അപ്പോൾ മതേതര ആത്മീയത. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു സിസ്റ്ററിൻ്റെ പുസ്തകം ഇറങ്ങിയില്ലേ, അതും ഞാനൊന്ന് എഴുതി അയച്ചിട്ടുണ്ട്. ഇൻസ്പയർഡ് ആയിട്ട് സ്റ്റഡി പോലെയായിട്ട്. അപ്പം അങ്ങനെ ഇത് ക്രിയേറ്റിവിറ്റി. ഞാൻ ഇന്നും രാവിലെ വെറുതെ ഈ വലിയ പ്രാർത്ഥനകളൊന്നുമില്ല കേട്ടോ. കുർബാന കാണില്ല, പോയിട്ടില്ല കാലങ്ങളായി. ബൈബിള് വായിക്കാറില്ല, കൊന്ത ചൊല്ലാറില്ല. ഒരു പെൺകുട്ടി എന്നോട് കൊന്ത ചൊല്ലാണ്ട് ജീവിക്കേ, കൊന്ത ചൊല്ലാറില്ല. ഇതൊക്കെ നമ്മൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ മുകളിലേക്ക് പോകും. നമ്മൾ ഇങ്ങനെ ചൊല്ലി കൂട്ടേണ്ടതല്ല ഈ പ്രാർത്ഥനകളും ദൈവവുമായുള്ള ബന്ധവും. അത് അല്ല എന്താണ്, അമ്മ ത്രേസ്യ, സെയിൻറ്റ് തെരേസ ഓഫ് ആവില, അതാണ് ഈശോയുടെ ടോപ്പ് വരെ എത്തിയ ആൾ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യവതിയുമാണ്. അവർ തമ്മിൽ ആത്മീയ വിവാഹം വരെ കഴിച്ചു, മോതിരം മാറ്റം നടന്നു എന്നൊക്കെയാണ്. അത്രയും ആത്മീയതയിൽ എത്തിയ ആൾ. 7 സദനങ്ങൾ, അതിലൂടെയൊക്കെ ടോപ്പ് വരെ എത്തിയിട്ടുള്ള ആളാണ്. ആൾ പറയുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ? സ്നേഹിക്കുന്ന 2 പേരും കണ്ണിൽ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ സംസാരിക്കുന്നത്. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ ഡോക്ടറേറ്റ് എടുത്ത ഇതാണ് വേദപാരംഗത എന്നാണ് പറയുക, ഡോക്ടറേറ്റ്. ആ പ്രാർത്ഥനയിൽ ഡോക്ടറേറ്റ് എടുത്ത പുണ്യവതി പറയുന്ന പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ എന്ന്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ ലളിതമാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ജീസസിനോട് പറഞ്ഞു, ആവശ്യപ്പെടാൻ പാടില്ല അല്ലേ? ആവശ്യപ്പെടുന്നത് പോലും ചെയ്യാം. നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് ആവശ്യപ്പെട്ടുകൂടെ? ആവശ്യപ്പെടാം. കാരണം അവളുടെ അത്ര ഉദാത്ത പ്രണയത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലായിരിക്കാം. ഒരു ഫ്രണ്ട്ലി ടോക്ക്, ഫ്രണ്ട്ലി, ഒരു നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ സ്നേഹിക്കുന്ന, എൻ്റെ അതേ പ്രായമുള്ള, എനിക്കിപ്പോൾ 68 വയസ്സാണ്. 68 വയസ്സുള്ള ഈശോയാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ ഈശോയ്ക്ക് അറിയാം എൻ്റെ ശാരീരിക വിഷമങ്ങൾ, കാര്യങ്ങൾ, എൻ്റെ മാനസിക വ്യാപാരങ്ങൾ, എൻ്റെ ടെൻഷനുകൾ എല്ലാം അറിയാം. അറിയുന്ന വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതാണ്. അങ്ങോരോട് ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ സഹിക്കാം, സഹനങ്ങളൊക്കെ ഞാൻ സഹിക്കാം. പക്ഷേ എന്നെ കൈവിട്ടേക്കരുത്, കൂടെ ഉണ്ടാവും. അതാണ് ശരിക്കും പ്രാർത്ഥന. കൂടെ വാ എന്ന് വിളിക്കുന്നതാണ് പ്രാർത്ഥന. അത് ഇങ്ങനെ ഒരു കഥ പോലെ പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടി, ഗ്രാമത്തിലുള്ളൊരു കുട്ടി കോളേജ് വിദ്യാഭ്യാസത്തിന് വന്നപ്പോൾ നഗരത്തിൽ പോയി ഷോപ്പിൽ പോയി എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു ശനിയാഴ്ച ക്ലാസ്സിലാത്ത ദിവസം നോക്കി അപ്പച്ചനോട് പറയുകയാണ്, അപ്പച്ച ഒരു 100 രൂപ തായോ അപ്പച്ച, എനിക്കൊന്നിങ്ങനെ പോയിട്ട്. അപ്പോൾ പോയി ഷോപ്പിൽ ചെന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന് 101 രൂപ. അപ്പോൾ അവൾക്ക് വാങ്ങാൻ പറ്റില്ല. ആ 1 രൂപ വെക്കാൻ അവൾക്ക് ആരുമില്ല കൂടെ. ഇതൊക്കെ കഴിഞ്ഞ് നിരാശയായി അവൾ വീട്ടിൽ വന്നപ്പോൾ അപ്പൻ പറയാൻ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ കൂടെ വരാമെന്ന്. അവൾ കൊണ്ടുപോയില്ല. കൂടെ വാന്ന് വിളിക്കുകയാണ് വേണ്ടത്. ദൈവത്തോട് കൂടെ വരാൻ പറയാം. കൂടെ വന്നാൽ എല്ലാ പ്രശ്നത്തിനും ആൾ കൂടെയുണ്ട്. ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പോഴേ എനിക്ക് ഇതുപോലത്തെ വേറൊരു കുട്ടിയുണ്ട് കേട്ടോ, ഒരു രത്ന എന്ന് പറഞ്ഞിട്ട്, രത്ന സാജു. അവള് വീട്ടമ്മയാണ്, ഒരു മോനൊക്കെ ഉണ്ട്. ഷാർജയിലാണ് അവൾ കുറേ കാലമായിരുന്നു, ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട്. അവളൊക്കെ ഇതുപോലെയാണ്. എന്നോട് ഇടയ്ക്ക് വിളിക്കും, ഞാൻ കുമ്പസാരിച്ചിട്ട് കുറേ കാലമായിട്ടാ. പ്രശ്നമുണ്ടോ സിസ്റ്റർ? നീ മിണ്ടാതിരുന്നേ, നീ ദൈവത്തോട് പറഞ്ഞാൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊർജം കൊടുക്കും. അവളുടെ കൂടെ നിൽക്കുമ്പോഴേ അവൾ പുറത്തിറങ്ങുമ്പോൾ, ഞാൻ ഇറങ്ങണേട്ടാ, കൂടെ വാ, ഇവിടെയും നോക്കണം. ഞാൻ ഈശോയോട് അങ്ങനെ പറയും, ഇവിടെയും നോക്കണം, എൻ്റെ കൂടെയും വരണം. ആൾക്ക് പറ്റൂലോ, ആൾക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെയും നോക്കണം. ഇവിടെ ഗ്യാസൊക്കെ തീ പിടിക്കുകയൊക്കെ ചെയ്താൽ ഞാൻ വിട്ടുപോകും, വരുമ്പോഴേക്ക് എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ ഇവിടെയും നോക്കണം, കൂടെയും വരണം. ഇത്രയൊക്കെ ഉള്ളൂ. സിമ്പിളാണ് പ്രാർത്ഥന. അത് ഒരു ധ്യാനമല്ല, ഒരു പ്രാർത്ഥന യൂത്തിന് നടത്തുകയാണ് നമ്മുടെ മാഷ്, ട്യൂഷനൊക്കെ എടുക്കുന്ന മാഷ് ഇവിടെ തൃശ്ശൂരത്തെ വലിയ ഫേമസ് ആണ് അദ്ദേഹം. അപ്പം ഞാൻ യൂത്തിനെ നോക്കാൻ വേണ്ടി ചെല്ലണം. ഞാൻ വരാൻ ഇത്തിരി വൈകി, ഞാൻ പുറകിൽ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞ വരിയാണ്, നമ്മളും ദൈവവുമായിട്ട് നീണ്ട പ്രാർത്ഥനയൊന്നും ചൊല്ലണ്ട. ഈ വലിയ വലിയ ഹോട്ട് ലൈൻ കോണ്ടാക്ട് അല്ലെങ്കിൽ STD കോണ്ടാക്ട്, STD കോഡ് നമ്മൾ കുറേ പറയില്ലല്ലോ. ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി മറ്റേ പ്രധാനമന്ത്രിയോടോ പ്രസിഡന്റിനോടോ യുദ്ധം വേണോ, അപ്പോൾ അവർ യെസ്
നോ, അത്ര മതി. നീണ്ട പ്രാർത്ഥനകൾ വേണ്ട. അത് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, ഫരിസേയരെ പോലെ നിങ്ങൾ നീണ്ട പ്രാർത്ഥന എല്ലാവരും കാണാതെ ചെയ്യണ്ടെന്നൊക്കെ ഉള്ളത്. ജസ്റ്റ് അത്രയും കോണ്ടാക്റ്റ് നമുക്കുണ്ടെങ്കിൽ ആ ഒരൊറ്റ വാക്ക് മതി, ആ പ്രാർത്ഥന മതി. അതാണ് എൻ്റെ പദ്ധതി. ജസ്റ്റ് ഒരു പ്രാർത്ഥന. ഈ കുംഭസാരം എന്നുള്ള ആ ഒരു പതിപ്പ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇങ്ങനെ ഒരുപാട് കുംഭസരിച്ച ഒരു വ്യക്തിയിൽ നിന്നും മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? എനിക്കുണ്ടായി. ഒരുപാട് പിന്നീടും കുംഭസാരങ്ങളിലൂടെ ഒരു സ്ത്രീയെ മാറി മാറി പലരും പല വൈദികരും യൂസ് ചെയ്തതൊക്കെ വലിയ വിവാദമായിട്ടുണ്ടല്ലോ. അതായത് അവള് ഒരു തെറ്റ് കുമ്പസാരിച്ചു, ഭർത്താവില്ലാതെ എനിക്കൊരു അന്യബന്ധം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അച്ഛനും പോയി അവളുടെ വീട്ടിൽ പോയി. അവളുടെ അടുത്തേക്ക് ആ അച്ഛൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ യങ് പ്രീസ്റ്റിനും അച്ഛൻ കൈമാറി, ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, വേണമെന്ന് വെച്ചാൽ പിടിച്ചോ എന്ന് പറഞ്ഞ് അതൊരു വലിയ വിവാദമായിട്ട് പുറത്തു വന്നല്ലോ. അപ്പോൾ കുമ്പസാരം ധൈര്യത്തോടെ കുമ്പസരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. ശരിക്കും കുമ്പസാരം കാരണമാണ് നമ്മുടെ മെൻ്റല് ആളുകൾ കുറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനിറ്റിയിൽ എന്ന് പറയും. കാരണം അങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷെ അത് ദുരുപയോഗം ചെയ്താൽ എന്ത് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ചീഞ്ഞഴിഞ്ഞു പോയിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ കുമ്പസാരം, കിളിന്തു കുമ്പസാരം കേൾക്കാൻ കാത്തിരിക്കുന്ന വൈദികർ, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്, ചെറുതായിട്ട്. എനിക്ക് പിന്നെ കുമ്പസാരത്തിലല്ലല്ലോ ശരിക്കും പോയിട്ട് എന്നല്ലേ ബാംഗ്ലൂർ ഇവൻ്റ് എഴുതിയിരിക്കണേ. അതിലാ അച്ഛൻ പറഞ്ഞത്, ഇത് വേറെ ആരുടെ അടുത്തും കുമ്പസാരിക്കേണ്ട, വേണമെങ്കിൽ എൻ്റെ അടുത്ത് കുമ്പസാരിച്ചോ. അപ്പോൾ എന്ത് പറഞ്ഞു?